നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചുമതലകളെ ഏറ്റെടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്ത് ദേവികയ്ക്ക് ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പോവേണ്ടി വരും. എന്ത് ചടങ്ങ്? അത് പറയാം. അതിനു മുമ്പ് ദേവികയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ എനിക്ക് സംസാരിക്കാനുണ്ട്. നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തതു മുതൽ ഞാൻ ദേവികയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ശ്രദ്ധിച്ചല്ല, അത്രയ്ക്ക് ആകർഷണീയ വ്യക്തിത്വ ദേവികയ്ക്കുള്ളത്. ആ ആകർഷണീയതയ്ക്ക് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല. ദേവികയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദേവികയുടെ ആത്മാർപ്പണവും ഉത്തരവാദിത്ത ബോധവും. ഒരു കാര്യം ദേവികയെ ഏൽപ്പിച്ചാൽ ദേവിക അത് കൃത്യമായി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ചെയ്തു തീർത്തിരിക്കും. അല്ല മാഡം, ഇപ്പൊ ഇതൊക്കെ പറയാനുള്ള കാരണം? പറയാൻ കാരണങ്ങളുണ്ട്, ഞാൻ പറയട്ടെ. അങ്ങനെ ദേവികയെക്കുറിച്ച് പറയാൻ തുടങ്ങിയ ധാരാളം പറയാനുണ്ട്. ദേവിക നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത് തന്നെ ദൈവനിയോഗ, നമ്മുടെ പ്രാർത്ഥനയുടെ ഫല, നമ്മുടെ ഭാഗ്യ, പ്രത്യേകിച്ച് സിദ്ധുവിന്റെ ഭാഗ്യം. സത്യം പറഞ്ഞ ദേവിക ഈ കുടുംബത്തിലെ മരുമകളല്ല, മകളാ. ഇതെന്താ, ദേവിക ചേച്ചിയോടുള്ള നന്ദി പ്രകടനത്തിന് നടത്തുന്ന മീറ്റിംഗ് ആണോ? കുറച്ചുകൂടെ ക്ഷമ കാണിക്ക്. യഥാർത്ഥ കാര്യം ഞാൻ പറയാൻ പോവാ. എന്താ കാര്യം? അത് പറയ് ജാനകി. കാലാകാലങ്ങളായി ഈ വീട്ടിലെ താക്കോലുകൾ കൈവശം വെക്കുന്നത് ഈ വീട്ടിലെ മൂത്ത മരുമകളാ. ഇപ്പൊ താക്കോൽ എന്റെ പക്കലാ ഉള്ളത്. ഞാനിത് ഇന്നിവിടെ വെച്ച് ദേവികയെ ഏൽപ്പിക്കാൻ പോവാ. ദേവികയാണല്ലോ ഇപ്പൊ ഇവിടുത്തെ മൂത്ത മരുമകൾ. താക്കോൽ ഏൽപ്പിക്കുക എന്ന് വെച്ചാ ഈ വീടിന്റെ ചുമതല മുഴുവൻ ഏൽപ്പിച്ചു എന്ന അർത്ഥം. ഇനി ഇവിടുത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ദേവികയായിരിക്കും. ജാനകി, നീ ഈ തീരുമാനം ആലോചിച്ച തന്നെയാണോ എടുത്തത്? ഞാൻ ഇവിടെ വന്നു കയറിയപ്പോ അമ്മ എന്നോട് കാണിച്ച വിശ്വാസം എനിക്കിപ്പോ ദേവികയിലുണ്ട്. മാഡം, പറയുമ്പോ മാഡത്തിന് വിഷമം തോന്നരുത്. എനിക്ക് സാധിക്കില്ല മാഡം. ഇത്രയും വലിയ ചുമതലയൊന്നും ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്കതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടനെ സംരക്ഷിക്കാൻ അതാ എന്റെ കർത്തവ്യം. അത് ഞാൻ നന്നായി ചെയ്തോളാം. അങ്ങനെ പറഞ്ഞൊഴിയാൻ ദേവി ചേച്ചി ഞങ്ങൾ അനുവദിക്കില്ല. അമ്മേ, വീടിന്റെ ചുമതല മാത്രം കൊടുത്ത് ദേവി ചേച്ചി ഒതുക്കരുത്. ഓഫീസിന്റെയും ബിസിനസിന്റെയും ചുമതല കൂടി ദേവി ചേച്ചി ഏൽപ്പിക്കണം. ഋഷി, എനിക്കും ഋഷിയേട്ടന്റെ അതേ അഭിപ്രായം തന്നെയാ. ദേവികേച്ചിയുടെ മാനേജ്മെന്റ് സ്കിൽസ് മുഴുവനും നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അയ്യോ, ഞാൻ ഒന്നിനുമില്ല. എനിക്കെന്റെ കുട്ടന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ദേവികയ്ക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മാഡം, ഈ വീടിന്റെ താക്കോലുകൾ ദേവിക സ്വീകരിച്ചേ മതിയാവും. ചുമതലകളെ ഏറ്റെടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്ത് ദേവികയ്ക്ക് ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പോവേണ്ടി വരും. ചേച്ചി, ഒരു വെല്ലുവിളിയായി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ചേച്ചി ഒരിക്കലും പരാജയപ്പെടില്ല. ജയം മാത്രമേ ചേച്ചിക്കുണ്ടാവൂ. ചേച്ചിയുടെ നന്മയെ അംഗീകരിക്കാൻ കഴിയാത്തവർക്കുള്ള മറുപടിയായിരിക്കണം ചേച്ചിയുടെ ഈ വിജയം. നീ എന്നെ ഉദ്ദേശിച്ചല്ലേ അത് പറഞ്ഞത്? പറ, എന്നെ ഉദ്ദേശിച്ചല്ലേ അത് പറഞ്ഞത്? അഞ്ജിതേ, ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ നീ എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. നീ എന്നെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട നീ.
അഞ്ജിതേ നിർത്ത്. നീ വാടിക്ക്. അഭിയേട്ടാ, നീ ഇപ്പൊ ഒന്നും പറയണ്ട, മനസ്സിലായല്ലോ? എല്ലാരും ഒന്ന് നിർത്തിക്കേ. ജാനകി, നീ ആ താക്കോല് ദേവികയെ ഏൽപ്പിക്കേ. വാങ്ങിക്കും മോളെ. ഇതെന്റെ കയ്യിലല്ല ഇരിക്കേണ്ടത്. കുട്ടനാണ് ഈ വീടിന്റെ യഥാർത്ഥ അവകാശി. അതുകൊണ്ട് ഈ താക്കോല് ഞാൻ കുട്ടനെ ഏൽപ്പിക്കുക. ഭാഗ്യം എപ്പോഴും അവളുടെ കൂടെ തന്നെയാ. കണ്ടില്ലേ, ഈ വീടിന്റെ ഭരണം മുഴുവൻ അവളുടെ കയ്യിലായി. താക്കോൽ കൂട്ടം കൈമാറിയതോടെ എല്ലാ അധികാരവും അവൾക്കായില്ലേ. നീ ഇതും പറഞ്ഞ് മേൽപോട്ട് നോക്കിയിരുന്നോ? ഇതെല്ലാം സംഭവിച്ചതേ നിന്റെ ഒരൊറ്റ ആളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാ. എന്റെ പിടിപ്പുകേടോ? അതെങ്ങനെ എന്റെ പിടിപ്പുകേടാവും? ജാനകി ചേച്ചിയുടെ കൈവശം ഉണ്ടായിരുന്ന താക്കോൽ കൂട്ടം ജാനകി ചേച്ചി ദേവികയ്ക്ക് കൊടുത്തു. അതിന് ഞാനെന്ത് വിളിച്ചു? എടി, ഈ വീട്ടിലേക്ക് നീ വലതുകാല് വെച്ച് കയറി വന്നപ്പോ തന്നെ ഞാൻ നിന്നോട് ഉപദേശിച്ചതാ, എങ്ങനെയും അമ്മയെ സോപ്പിട്ട് ജാനകി ചേച്ചിയുടെ കയ്യിൽ നിന്നും ഇവിടത്തെ താക്കോലുകൾ നീ നേടിയെടുക്കണമെന്ന്. എന്നിട്ട് നിന്നെ കൊണ്ട് തന്നെ സാധിച്ചോ? ഇല്ലല്ലോ. എടി, നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം നിന്റെ കയ്യിലിരുന്നേനെ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? എനിക്ക് സാധിക്കാവുന്ന തരത്തിലൊക്കെ ഞാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങളുടെ അമ്മ അമ്പിനും വില്ലിനും അടുക്കണ്ടേ? അവർക്ക് ജാനകി എന്ന് വെച്ച ജീവനല്ലേ? ജാനകിയോട് വലിയ സ്നേഹവും വിശ്വാസവും അല്ലേ? അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് വല്ലതും അവരുടെ തലയിൽ കേറുവോ? ഒഴുക്കിനെതിരെ നീന്തനോടി. തുറക്കാത്ത വാതിലുകളെ മുട്ടി തുറക്കണം, അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പശുവും ചത്തും മോരിലെ പുളിയും പോയി. നമുക്കൊന്നും പരാജയം മാത്രമേ ഉള്ളൂ ഏട്ടാ. ദേവിക ദിവസം ദിവസം വളർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ അധികം പെട്ടെന്നൊന്നും നമുക്കവളെ പിടിച്ചേട്ടനായെന്ന് വരില്ല. പരിങ്ങല്ലാവുന്നതേ നമ്മുടെ നിലയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.